ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. 30 ദിവസം കൊണ്ട് വീട് ഓർഗനൈസ് ചെയ്യുന്ന ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ ടാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലും ലിവിങ് ഏരിയയിലുമുള്ള ഷെൽഫുകളാണ് ഒതുക്കി വെക്കാനായിട്ട് പോകുന്നത്. ഓരോ ദിവസവും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ നിങ്ങൾ ഡേ 3 കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡേ 3 കംപ്ലീറ്റഡ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസും ആ ടാസ്കുകളും ചെയ്തു നോക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ടാസ്കിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ ഒതുക്കുന്നത് ഡൈനിങ് ഏരിയയിലുള്ള ഈ ഒരു ഷെൽഫിലുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലും വെക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്ക് ഉപയോഗിക്കുന്ന ഐറ്റംസാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മാഗസീൻസും ടേബിൾ ഷീറ്റ്, ടേബിൾ മാറ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. ഈ ടേബിൾ ഷീറ്റ് എല്ലാം തന്നെ ചിലർ വിരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണെന്ന്. ഇത് ഞങ്ങൾ തുണികളൊക്കെ നമുക്ക് മുറിച്ച് മേടിക്കുന്ന ഷോപ്പുകളുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് ടേബിളിൻ്റെ അളവ് എടുത്തിട്ട് അതനുസരിച്ച് ഇങ്ങനെ മുറിച്ച് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ചോദിച്ചാൽ മതി. ടേബിൾ ഷീറ്റായിട്ട് ഉപയോഗിക്കുന്ന തുണി ചോദിച്ചാൽ ഇതുപോലത്തെ ഡിസൈനുള്ള തുണികളൊക്കെ നമുക്ക് കിട്ടും. നല്ല കട്ടിയുണ്ട്. അതുപോലെ നമ്മുടെ അളവിന് എത്രയും നീളത്തിൽ വേണമെങ്കിൽ നമുക്കിത് മുറിച്ച് മേടിക്കാനും കിട്ടും. അടുത്തത് ഞാൻ ഒതുക്കി വെക്കുന്നത് കുറച്ച് മാഗസീൻസാണ്. ഈ ഒരു ഇയറിൽ വന്നിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫോൺ ഡയറക്ടറി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ഷെൽഫിൽ നമ്മൾ ഒതുക്കുമ്പോൾ ഡൈനിങ് ഏരിയയിൽ അല്ലെങ്കിൽ ലിവിങ് ഏരിയയിൽ ഒതുക്കുമ്പോൾ വീട്ടിലെല്ലാവർക്കും ആക്സസ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് ആയിരിക്കും നമ്മളിതിൽ വെക്കുക. കാരണം നമ്മുടെ റൂമുകളിൽ എല്ലാവരും കൊണ്ട് അത് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് അത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഇതുപോലെയുള്ള മെയിൻ ഏരിയാസ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയിലും ഒതുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒതുക്കി വെക്കുമ്പോൾ എപ്പോഴും മറ്റുള്ളവരോടും കൂടി പറഞ്ഞു കൊടുക്കുക ഇന്ന ഐറ്റംസ് ഇവിടെയാണ് ഇരിക്കണേ എന്ന്. ഇല്ലെങ്കിൽ നമ്മൾ വന്നെല്ലാം നേരമെല്ലാം എടുത്ത് കൊടുക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മളിത് പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇന്ന ഐറ്റംസ് ഇവിടെ ഇരിക്കണേന്ന്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കത് എടുത്ത് കൊടുക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാനെല്ലാം ഒതുക്കി എല്ലാം വെച്ച ശേഷം ഇനി നമുക്കിതെല്ലാം ഷെൽഫിലോട്ട് ഒതുക്കി അറേഞ്ച് ചെയ്ത് വെക്കാം. ഏത് ഷെൽഫ് ഒതുക്കുമ്പോൾ അതിൽ കുറച്ച് ഐറ്റംസ് വെക്കുന്നതാവും നല്ലത്. ഒരുപാട് കുത്തി നിറച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് ഒതുക്കേണ്ടി വരും. കുറച്ച് ഐറ്റംസ് ഉള്ളെങ്കിൽ നമ്മുടെ വീട്ടിൽ കുഴപ്പമില്ല. അപ്പോൾ ചിലയിടത്ത് ഇപ്പോൾ ഒരു ഐറ്റത്തിൻ്റെ തന്നെ പല തരത്തിലൊക്കെ ഉള്ളത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ടേബിൾ ഷീറ്റും ടേബിൾ മാറ്റുകളും എല്ലാം തന്നെ ഞാൻ അറേഞ്ച് ചെയ്തതിൽ വെച്ചിട്ടുണ്ട്. ചിലർ ചോദിച്ചിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അല്ലാതെ ഈ ഒരു തുണിയിൽ ഉപയോഗിക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴുകി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ വരില്ലേന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ആയിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഒരു തുണി വെച്ച് അത് തുടച്ച് കളയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കഴുകണം എന്തായാലും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് വാഷ് ചെയ്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റേണ്ടി വരില്ല, കാരണം തുണി ആയതുകൊണ്ട്. അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ലിവിങ് ഏരിയയിലുള്ള ഷെൽഫ് ഒതുക്കലാണ്. ഇപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഡൈനിങ് ഏരിയയിൽ ഷെൽഫ് ഒതുക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം ചിലപ്പോൾ പോകും. കാരണം അവിടെയുള്ള ഷെൽഫിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ് പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലുള്ള ഷെൽഫിൽ അധികം ഐറ്റംസ് ഇല്ല, ബാക്കിയുള്ള ഷെൽഫുകളിലാണ് നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഉപയോഗിക്കുന്ന ഐറ്റംസും അതിനനുസരിച്ചാണ് നമ്മൾ ഒതുക്കുക. അപ്പോൾ ഞാനിവിടെ കൂടുതലും വെച്ചിരിക്കുന്നത് ടി വിയിൽ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേബിളുകൾ അല്ലെങ്കിൽ CD, USB അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഒരു ഷെൽഫിൽ. ഒരെണ്ണത്തിൽ പ്രയർ ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പ്രയർ ബുക്സും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. കാരണം നമ്മുടെ ലിവിങ് ഏരിയയിലാണ് പ്രയർ ഏരിയയും. അപ്പോൾ ഈ ഒരു ഷെൽഫിലാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഒതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രാവശ്യം ഒതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം പ്രോപ്പറായിട്ട് നോക്കിയിട്ട് ആവശ്യമുള്ളത് വെക്കുകയും നമ്മൾ തീരെ ഉപയോഗിക്കാത്തതും കേടായിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ മാറ്റുകയും അത് നമ്മൾ എടുക്കാൻ പറ്റുന്ന പോലെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. നമ്മൾ ആദ്യം ഏതാണ് എടുക്കുക, സ്ഥിരമായിട്ട് എടുക്കുന്ന ഐറ്റംസും വല്ലപ്പോഴും എടുക്കുന്ന ഐറ്റംസ് പുറകിലോട്ടും വെക്കുക. അങ്ങനത്തെ രീതിയിൽ ഒരു പ്ലാനിങ്ങോട് കൂടി ഈ പ്രാവശ്യം നമ്മൾ ഒതുക്കി വെക്കുക. അല്ലാതും അങ്ങനെ വരുമ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒതുക്കേണ്ടി വരില്ല. ആദ്യമൊക്കെ ഞാൻ ഒതുക്കി കുറച്ച് കഴിയുമ്പോഴേക്കും അത് അലങ്കോലാവും. പക്ഷേ ഇപ്പം നമ്മൾ ഒതുക്കി വരുന്ന കാരണം തന്നെ എല്ലാ നേരവും ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരാറില്ല. കാരണം നമ്മളിത് പ്രോപ്പറായിട്ടാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വർഷത്തിൽ ഒതുക്കി വെച്ചെങ്കിലും എനിക്ക് ഈ പ്രാവശ്യം കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രയർ ബുക്സും അതുപോലെ തന്നെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുമാണ് ഇതിൽ ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ഒതുക്കുന്നതെല്ലാം നമ്മുടെ മക്കളെയും കൂടി വീട്ടിലുള്ളവരെയും കാണിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അവിടെ ഇല്ലാത്ത നേരത്താണ് എന്തെങ്കിലും ഒരു ആവശ്യം വരാണെങ്കിൽ അവർക്ക് അത് എടുക്കാനായിട്ട് പറ്റണം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാതും അതനുസരിച്ച് കാണിച്ചു കൊടുക്കുക. ഇന്ന ഏരിയാസിലാണ് എടുത്ത ഐറ്റംസ് എടുത്തുകൊടുത്ത് തന്നെ തിരിച്ച് വെക്കുകയാണെങ്കിലാണ് ആ ഒരു ഏരിയ ഓർഗനൈസ്ഡ് ആയിട്ട് എപ്പോഴും വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെയും കൂടി പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഷെൽഫെല്ലാം ഒതുക്കി കഴിഞ്ഞു. തൊട്ടപ്പുറത്തെ ഷെൽഫിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേബിൾസും CDസും അങ്ങനെ കുറച്ച് ആൽബംസ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ ആൽബമൊക്കെ എടുത്ത് കാണിക്കുക. അപ്പോൾ ആൽബങ്ങളെല്ലാം തന്നെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്.
അങ്ങനെ ഈ ഒരു അൽമാരയിലുള്ള നമ്മൾ ഒതുക്കി എല്ലാം തന്നെ ദേ വെച്ചിട്ടുണ്ട് കേട്ടോ. ചില ഐറ്റംസ് നമുക്ക് ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് മാറ്റാനായിട്ട് ഭയങ്കര ഒരു സങ്കടം തോന്നും. എൻ്റെ മക്കൾ പണ്ട് കണ്ടിരുന്ന കാർട്ടൂണിൻ്റെ കുറച്ച് CD-കളും അങ്ങനെയുള്ളതൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വായിച്ചു തീർന്നിട്ടുള്ള ഈ ഒരു പുസ്തകം ഷെർലോക്ക് ഹോംസിൻ്റെ ഡിറ്റക്റ്റീവ് നോവലാണ് കേട്ടോ. ഫുൾ കൃതികളുണ്ട്. ഞാൻ മുഴുവൻ വായിച്ചതാണ്, പക്ഷെ മക്കൾ വലുതാകുമ്പോൾ അവർക്കത് വായിക്കാതെ വെച്ചിട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുക. അതുപോലെ പഴയ CD ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കാർട്ടൂണിൻ്റെ, പക്ഷെ എനിക്കത് കാണുമ്പോൾ അവർ ചെറുപ്പത്തിൽ കണ്ടതിൻ്റെ ഒരു ഓർമ്മയാണ് ചില ഐറ്റംസ്. അങ്ങനെ നമ്മളിങ്ങനെ പലതും എടുത്ത് വെക്കും, പക്ഷെ നമ്മളത് ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ചില ഐറ്റംസിനോട് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് പെട്ടെന്ന് മാറ്റാനും തോന്നാണ്ടാവുമ്പോൾ നമ്മുടെ വീട് മെസ്സിയാവും. കാരണം നമുക്ക് ഈ ഐറ്റംസൊക്കെ ഇങ്ങനെ ഷെൽഫിൽ അടുക്കി വെക്കല്ലേ, കിടക്കുന്നതെല്ലാം തിരിച്ചതിലേക്ക് തന്നെ വെക്കുന്ന പോലെയോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒതുക്കി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കേബിൾസൊക്കെ ഉണ്ടല്ലോ, TV-യിലേക്ക് ഉപയോഗിക്കുന്ന കേബിളുകൾ, അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ഈ ഒരു ബാഗിലാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് വഴി വേറെ ദിവസം അത് അറേഞ്ച് ചെയ്യുന്ന ടാസ്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഈ ഷെൽഫ് മാത്രമേ ഒതുക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടാസ്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ Day 3 കംപ്ലീറ്റഡ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.